അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയിലെ ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള സെലക്റ്റഡ് ആയിട്ടുള്ള 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായിട്ടുള്ളത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. AM ഖാൻവിൽക്കർ ആണ് ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായിട്ട് നിയമിതനായിട്ടുള്ളത്. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് അജയ് മണിക് റാവു ഖാൻവിൽക്കർ ആണ്. അപ്പോൾ ലോക്പാൽ എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകൃതമായതാണ്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ചോദിച്ചാൽ അത് ലോകായുക്തയാണ്. അല്ലെ, സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകൃതമായതാണ് ലോകായുക്ത. അപ്പോൾ ഇപ്പോഴത്തെ കേരള ലോകായുക്ത ആരാണ്? ഇപ്പോഴത്തെ കേരള ലോകായുക്ത ചോദിച്ചാൽ അത് സിറിയക് ജോസഫ് ആണ് ഇപ്പോഴത്തെ കേരള ലോകായുക്ത. നെക്സ്റ്റ്, തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 നേടിയ സാഹിത്യകാരൻ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം 2024 നേടിയ സാഹിത്യകാരൻ MK സാനു ആണ്. 2024 തകഴി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത് MK സാനു ആണ്. 2023 ആരായിരുന്നു? 2023 M മുകുന്ദനാണ് തകഴി സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ളത്. അപ്പോൾ 2024 തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് MK സാനു ആണ്. കൂട്ടത്തിൽ ഓർത്തിരിക്കുക, 2023 M മുകുന്ദനായിരുന്നു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവികത്താവളം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ എവിടെയാണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു ആണ് കേട്ടോ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ചോദിക്കാറുണ്ട്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയുടെ പുതിയ നാവികത്താവളമാണ് INS ജഡായു. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്നതാണ്. 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്നത്. അപ്പോൾ ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2024 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ തീം ചോദിച്ചാൽ അത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്നതാണ്. അപ്പോൾ 2023 കൂടി ഓർത്തിരിക്കുക. 2023 തീം ചോദിച്ചാൽ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതാണ് കേട്ടോ. 2023 തീം. 2023 തീം ചോദിച്ചാൽ അത് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നതാണ്. 2024 തീം ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് എന്നതാണ്. നെക്സ്റ്റ്, സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല. സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ചോദിച്ചാൽ അത് കാസർഗോഡാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല. 2024 ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായ രാജ്യമേതാണ്? 2024 ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായ രാജ്യമാണ് ഇന്ത്യയാണ് 2024 ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം. അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ചോദിച്ചാൽ അത് PV സിന്ധു ആണ്. ഇന്ത്യൻ ടീമിൻ്റെ
ക്യാപ്റ്റൻ ആരായിരുന്നു? PV സിന്ധു ആണ്. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആരായിരുന്നു? ഇന്ത്യൻ ടീമിലെ മലയാളി താരം ചോദിച്ചാൽ അത് ട്രീസ ജോളിയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ചോദിച്ചാൽ അത് ട്രീസ ജോളിയാണ്. ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? PV സിന്ധു ആണ്. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി DRDO പുറത്തിറക്കിയ പുതിയ റൈഫിൾ. ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി DRDO പുറത്തിറക്കിയ പുതിയ റൈഫിളാണ് ഉഗ്രം. ഓർത്തിരിക്കുക, ഇന്ത്യൻ സൈന്യത്തിനു വേണ്ടി DRDO പുറത്തിറക്കിയ പുതിയ റൈഫിളാണ് ഉഗ്രം. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ IPL താരം. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ IPL താരം ചോദിച്ചാൽ അത് റോബിൻ മിൻസ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ IPL താരം ചോദിച്ചാൽ അത് റോബിൻ മിൻസ് ആണ്. റോബിൻ മിൻസ് ആണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ IPL താരം. അപ്പോൾ റോബിൻ മിൻസ് ജാർഖണ്ഡുകാരനാണ് കേട്ടോ. ജാർഖണ്ഡുകാരനാണ് റോബിൻ മിൻസ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ IPL താരമാണ് റോബിൻ മിൻസ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചാൽ അത് രാജീവ് കുമാർ ആണ്. ഇലക്ഷൻ കമ്മീഷണർമാർ ചോദിച്ചാൽ അത് ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു ആണ്. സുഖ്ബീർ സിംഗ് സന്ധു ആണ് ഇലക്ഷൻ കമ്മീഷണർമാർ. അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ഇലക്ഷൻ കമ്മീഷണർമാർ കൂടി ഓർത്തിരിക്കുക, ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു ആണ്. നെക്സ്റ്റ്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സൃഷ്ടിച്ച റഷ്യൻ യാത്രികൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സൃഷ്ടിച്ച റഷ്യൻ യാത്രികൻ ആരാണ്? ഒലെഗ് കോനോനെങ്കോയാണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ള റഷ്യൻ യാത്രികൻ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്